കുട്ടികളുടെ പാർട്ടിക്ക് പോഷകാഹാര സമൃദ്ധമായ സസ്യാഹാര പാചകങ്ങളെക്കുറിച്ചുള്ള ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം. ഈ ട്യൂട്ടോറിയലിൽ നമ്മൾ ഇനി പറയുന്നവ പഠിക്കും. നല്ല പോഷകാഹാരത്തിന്റെ പ്രാധാന്യം, ആരോഗ്യകരമായ ചില പാചകക്കുറിപ്പുകൾ തയ്യാറാക്കൽ. കുട്ടിക്കാലത്ത് നല്ല പോഷകാഹാരം ലഭിക്കുന്നത് വളരെ പ്രധാനമാണ്. ദ്രുതഗതിയിലുള്ള വളർച്ചയുടെയും വികസനത്തിന്റെയും ഘട്ടമാണിത്. ഈ കാലയളവിൽ ശാരീരികവും മാനസികവുമായ വികസനവും നടക്കുന്നു. ആരോഗ്യകരമായ ഭക്ഷണം കഴിക്കാൻ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കേണ്ടത് ആവശ്യമാണ്. എല്ലായ്പ്പോഴും ആരോഗ്യകരമായ ഭക്ഷണം കഴിക്കണം. ആഘോഷങ്ങൾക്കും പാർട്ടിക്കും, ഉദാഹരണത്തിന് ജന്മദിനം, വിനോദയാത്ര, കൂടിച്ചേരലുകൾ മുതലായവ, അത്തരം ആഘോഷങ്ങൾക്കിടയിൽ കുട്ടികൾ പലപ്പോഴും ജങ്ക് ഫുഡ് കഴിക്കുന്നു. അവർ അതിന് അടിമയായിരിക്കാം. പതിവായി അത് ചോദിക്കും. അതിനാൽ പാർട്ടികളിലെ ജങ്ക് ഫുഡുകൾ ഒഴിവാക്കുന്നത് നല്ലതാണ്. ജങ്ക് ഫുഡിന്റെ ദോഷകരമായ ഫലങ്ങൾ മറ്റൊരു ട്യൂട്ടോറിയലിൽ വിശദമായി വിശദീകരിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ദയവായി ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. ഒരു ആഘോഷത്തിലോ ഒരു പാർട്ടിയിലോ ഭക്ഷണം അനാരോഗ്യകരമാകേണ്ടതില്ല. ഒരു ചെറിയ പരിശ്രമവും ആസൂത്രണവും ഉള്ള ആരോഗ്യകരമായ ഭക്ഷണം നൽകാം. ഭക്ഷണത്തിന്റെ അവതരണം പ്രധാനമാണ്. നല്ലതാണെങ്കിൽ കുട്ടികൾ അത് കഴിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഭക്ഷണം വർണ്ണാഭമായതും അവരെ ആകർഷിക്കുന്നതുമായിരിക്കണം. ആരോഗ്യകരമായതും ഉണ്ടാക്കാൻ എളുപ്പമുള്ളതുമായ പാചകക്കുറിപ്പുകൾ ഉണ്ട്. ഈ പാചകക്കുറിപ്പുകൾ നോക്കാം. കുട്ടികളുടെ പാർട്ടിക്ക് ഒരു കേക്ക് ആവശ്യമാണ്. അതിനാൽ നമ്മളുടെ ആദ്യ പാചകക്കുറിപ്പ് പഞ്ഞപ്പുല്ല് കപ്പ് കേക്കുകളാണ്. ഇത് തയ്യാറാക്കാൻ നമുക്ക് ഇവ ആവശ്യമാണ്. 30 ഗ്രാം അല്ലെങ്കിൽ 2 ടേബിൾ സ്പൂൺ പഞ്ഞപ്പുല്ല് മാവ്, പാൽ 50 മില്ലിലിറ്റർ, 2 ടേബിൾ സ്പൂൺ ഉരുകിയ ഉപ്പിട്ട വെണ്ണ, 1 ടേബിൾ സ്പൂൺ കൊക്കോപ്പൊടി, 5 കുരുവില്ലാതെ പൊടിച്ചെടുത്ത ഈത്തപ്പഴം. നമുക്ക് ഇവയും ആവശ്യമാണ്. 5 അരിഞ്ഞ ബദാം, 5 അരിഞ്ഞ കശുവണ്ടി, 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ. പാചകം ചെയ്യുന്ന വിധം: ഒരു പാത്രമെടുത്ത് അതിൽ ഒരു അരിപ്പ വയ്ക്കുക. പഞ്ഞപ്പുല്ല് മാവ്, കൊക്കോപ്പൊടി, ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ എന്നിവ ചേർക്കുക. എല്ലാം ഒരുമിച്ച് ചേർത്ത് ഇതിലേക്ക് ഉരുകിയ വെണ്ണ ചേർത്ത് നന്നായി ഇളക്കുക. ഇപ്പോൾ പാൽ ക്രമേണ ചേർക്കുക. മിനുസമാർന്ന മാവുണ്ടാക്കുക. ഈത്തപ്പഴം വീണ്ടും മിക്സ് ചെയ്യുക. കുറച്ച് എണ്ണ ഉപയോഗിച്ച് കപ്പ് കേക്ക് അച്ചുകളിൽ പുരട്ടുക. തയ്യാറാക്കിയ മാവ് അച്ചുകളിൽ ഒഴിക്കുക. മാവിന് മുകളിൽ അരിഞ്ഞുവെച്ചവ ചേർക്കുക. പ്രഷർ കുക്കറിൽ 1/2 കപ്പ് ഉപ്പ് ചേർക്കുക. കുക്കറിനുള്ളിൽ ഒരു സ്റ്റാൻഡ് സ്ഥാപിക്കുക. കുക്കറിൽ വെള്ളം ചേർക്കരുതെന്ന് ഉറപ്പാക്കുക. ഗ്യാസ്കറ്റ്, വിസിൽ എന്നിവയില്ലാതെ 10 മിനിറ്റ് പ്രഷർ കുക്കർ ചൂടാക്കുക. 10 മിനിറ്റിന് ശേഷം സ്റ്റാൻഡിൽ മോൾഡ് വയ്ക്കുക. അടപ്പടച്ച് 25 മിനിറ്റ് കുറഞ്ഞ തീയിൽ വേവിക്കുക. ടൂത്ത് പിക്ക് കൊണ്ട് അവ പാകമായോ എന്ന് പരിശോധിക്കുക. ടൂത്ത് പിക്ക് വൃത്തിയായി പുറത്തു വരികയാണെങ്കിൽ അവ ചൂടിൽ നിന്ന് നീക്കം ചെയ്ത് അവ തണുക്കാൻ വെക്കുക. അത് വൃത്തിയായി പുറത്തു വന്നില്ലെങ്കിൽ വീണ്ടും 10 മിനിറ്റ് വേവിക്കുക. തണുത്താൽ അവ അച്ചിൽ നിന്നും മോൾഡിൽ നിന്നും മാറ്റുക. അടുത്ത പാചകക്കുറിപ്പ് മധുരക്കിഴങ്ങ് കഷ്ണങ്ങൾ. ഈ പാചകക്കുറിപ്പുണ്ടാക്കാൻ നമുക്ക് ആവശ്യമായവ: 1 ഒരു ഇടത്തരം മധുരമുള്ള ഉരുളക്കിഴങ്ങ്, 2 ടീസ്പൂൺ എണ്ണ, 1/2 ടീസ്പൂൺ ചുവന്ന മുളക് പൊടിച്ചത്, 1/2 ടീസ്പൂൺ ചാട്ട് മസാല, പാകത്തിന് ഉപ്പ്.
നിങ്ങൾക്ക് അതിലേക്ക് ഒർഗാനോ ചേർക്കാൻ കഴിയും. പാചകം ചെയ്യുന്ന രീതി: മധുരക്കിഴങ്ങ് കഴുകി തൊലി കളയുക. കഷ്ണങ്ങളായി മുറിക്കുക. ഒരു പാത്രത്തിൽ എണ്ണയും മറ്റ് സുഗന്ധവ്യഞ്ജനങ്ങളും എടുക്കുക. മധുരക്കിഴങ്ങ് ഈ പാത്രത്തിൽ ഇടുക. ഇപ്പോൾ ഓരോ കഷ്ണത്തിലും സുഗന്ധവ്യഞ്ജനങ്ങൾ തുല്യമായി കോട്ട് ചെയ്യുക. ബേക്കിംഗ് ട്രേയിൽ ഒരു ഷീറ്റ് വെണ്ണ പേപ്പർ സ്ഥാപിക്കുക. 1/2 ഇഞ്ച് അകലെയായി മധുരക്കിഴങ്ങ് കഷ്ണങ്ങൾ വയ്ക്കുക. ഓവൻ 200 ഡിഗ്രി വരെ ചൂടാക്കുക. ശേഷം 15 മിനിറ്റ് ബേക്ക് ചെയ്യുക. വശങ്ങൾ തിരിച്ച് 15 മിനിറ്റ് ചൂടാക്കണം. ബേക്ക് ചെയ്ത മധുരക്കിഴങ്ങ് കഷ്ണങ്ങൾ തയ്യാറാണ്. നമ്മുടെ അടുത്ത പാചകക്കുറിപ്പ് തൈര്, മാതളനാരകം ലോലിപോപ്പ് ആണ്. ഇത് നിർമ്മിക്കാൻ നമുക്ക് ആവശ്യമായത് 100 ഗ്രാം അല്ലെങ്കിൽ ഒരു ചെറിയ കപ്പ് തൈര്, 1/2 ചെറിയ കപ്പ് മാതളനാരങ്ങ വിത്തുകൾ. പാചകം ചെയ്യുന്ന രീതി: ഒരു പാത്രത്തിൽ തൈര് ചേർത്ത് മിനുസമാവുന്നതുവരെ അടിക്കുക. ഇതിലേക്ക് മാതളനാരങ്ങ വിത്ത് ചേർത്ത് നന്നായി ഇളക്കുക. ഈ മിശ്രിതം പോപ്സിക്കിൾ അച്ചിൽ ഒഴിക്കുക. 4 മുതൽ 6 മണിക്കൂർ വരെ തണുപ്പിക്കുക. നിങ്ങൾക്ക് ഒരു അച്ച് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഗ്ലാസ്സിൽ ഒഴിക്കാം. ഒരു ഐസ്ക്രീം സ്റ്റിക്ക് അല്ലെങ്കിൽ സ്പൂൺ സ്ഥാപിക്കുക. ഇത് 4 മണിക്കൂർ തണുപ്പിക്കുക. ഫ്രീസറിൽ നിന്ന് നീക്കം ചെയ്യുക. അച്ച് ചെറു ചൂടുള്ളവയിൽ വയ്ക്കുക. തൈര്, മാതളനാരങ്ങ ലോലിപോപ്പുകൾ തയ്യാറാണ്. ഞങ്ങളുടെ അവസാന പാചകക്കുറിപ്പ് വറുത്ത ബംഗാൾ ഗ്രാമപ്പൊടി ബട്ടർ മിൽക്ക് ആണ്. ഇത് നിർമ്മിക്കാൻ നമുക്ക് ആവശ്യമായവ: 2 ടേബിൾ സ്പൂൺ വറുത്ത കടലമാവ്, 2 ടേബിൾ സ്പൂൺ തൈര്, പാകത്തിന് ഉപ്പ്, കുറച്ച് കഴുകി അരിഞ്ഞ പുതിനയില, ഒരു നുള്ള് ജീരകം. പാചകം ചെയ്യുന്ന രീതി: വറുത്ത കടലമാവ് പൊടിയായി പൊടിക്കുക. ഒരു പാത്രത്തിലോ ഗ്ലാസ്സിലോ മിനുസമാവുന്നതുവരെ തൈരടിക്കുക. 1/2 ടേബിൾ സ്പൂൺ ഇതിലേക്ക് കടലമാവ് പൊടി ചേർക്കുക. കട്ടയില്ലാതെ നന്നായി ഇളക്കുക. ഇതിന് 1 ഗ്ലാസ് വെള്ളം ചേർത്ത് വീണ്ടും മിക്സ് ചെയ്യുക. ഒരു നുള്ള് ഉപ്പും ജീരകവും ചേർത്ത് വീണ്ടും മിക്സ് ചെയ്യുക. ഇത് ഒരു ഗ്ലാസ്സിലേക്ക് മാറ്റുക. പുതിനയില ഉപയോഗിച്ച് അലങ്കരിക്കുക. വറുത്ത കടലമാവ് പൊടി ബട്ടർ മിൽക്ക് തയ്യാറാണ്. ഈ പാചകങ്ങളെല്ലാം പ്രോട്ടീൻ, നല്ല കൊഴുപ്പ്, കാൽഷ്യം, ഫോലേറ്റ്, മഗ്നീഷ്യം, അയൺ എന്നിവ കൊണ്ട് സമ്പന്നമാണ്. കൂടാതെ പൊട്ടാസ്യം, ഫോസ്ഫറസ് എന്നിവയും. ഇത് ട്യൂട്ടോറിയലിന്റെ അവസാനത്തിലേക്ക് നമ്മെ കൊണ്ടുവരുന്നു. കണ്ടതിന് നന്ദി.